ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആ ചർച്ച LDFിലായിരുന്നു. എന്തെല്ലാം തരം ചർച്ചകളാണ്, ആൾ ഒഴിഞ്ഞു പോക്കും വരവും എന്തെല്ലാം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവരും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പുറത്ത് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടാവും, അതങ്ങനെ നടക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ട് UDFന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. UDFിൻ്റെ മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDFിൻ്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നതായിരുന്നു. അതിനുള്ള കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ആ കീഴ്വഴക്കം അനുസരിച്ച് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ 2 വാക്കിൽ ഒതുക്കിയത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. ജനവികാരം പരിഗണിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UDFിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനമെടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ഇനി ലീഗിൻ്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. ഇപ്പം നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്, അതെല്ലാം കൂടിയാണത്. നമുക്കറിയാലോ, ഞങ്ങളതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം. കോൺഗ്രസ് ഇത്തരം ചർച്ചകൾ സ്വാഭാവികമാണ്, പതിവാണ്. പക്ഷേ പോഡ്കാസ്റ്റ്, പോസ്റ്റർ, ബാനർ ഇങ്ങനെ പല രീതിയിലേക്ക് അത് പോകുന്നതൊരു അനുകൂലമായ ജനവിധിയോടുള്ള ഒരു അല്ല, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഓരോരുത്തർ പിന്നെ അവരവരുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളും അച്ചീവ്മെന്റും ഒക്കെ പറയുന്നത്. ഞാൻ തന്നെ ഒന്ന് പറയാൻ പോയിരുന്നു, പിന്നെ ചില നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടച്ചത്. അല്ല, പോർവിളിയൊന്നുമില്ല. പോർവിളിയൊക്കെ പണ്ടായിരുന്നു. കുറച്ച് കുറെ പഴയ പുറകോട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ ഇപ്പൊ പോർവിളിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. സിസ്റ്റം കുറച്ച് മാറി. കാരണം മുൻകാലങ്ങളൊക്കെ ഒരു പറ്റം നേതാക്കൾ കോൺഗ്രസിനുണ്ട്, നേതാക്കളുടെ സാധ്യത എന്ന് പറയുമ്പോഴും അത് ഒരു പ്രശ്നമേ ആകില്ല. അതായത് അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നം എപ്പോഴും ആവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. ലീഗിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏത് ചർച്ചയും കൺട്രോൾ ചെയ്യും. അപ്പോൾ UDFന് അതിൻ്റെതായ ചില മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ LDFിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് മുഴങ്ങി അവസാനം നമ്മൾ പുറത്തറിയുമ്പോഴേക്ക് വൈകിട്ടുണ്ടാവും, അസുഖം മൂത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഇലക്ഷൻ കാലത്ത് കണ്ടല്ലോ. മറ്റ് ജനാധിപത്യപര രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ സുതാര്യമായി പോകും. അങ്ങനെ കരുതിയാൽ മതി. ചർച്ച ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കൂല. വളരെ നല്ല തീരുമാനം, ശുഭ തീരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇലക്ഷൻ കഴിയട്ടെ. ഞങ്ങൾക്കിപ്പോൾ നടക്കുന്ന ചർച്ചയെക്കുറിച്ചൊന്നും അങ്കലാപ്പൊന്നുമില്ല. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് UDFിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്ത് അവരുടെ തീരുമാനം, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളുമായിട്ടുള്ള ചർച്ച, അതിന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അപ്പുറത്തെ കസേരയിലുണ്ടാവും, ഞങ്ങൾ ഇപ്പുറത്തെ കസേരയിലുണ്ടാവും. എല്ലാവരും വേറെ വേറെ ചർച്ച ചെയ്യാനുണ്ടാവും. ഉദയകക്ഷി എന്നല്ല അതിന് പറയില്ല. പിന്നെ അത് ഉദയകക്ഷി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചുള്ള ചർച്ചകളുണ്ടാവും. UDFിൻ്റെ ഘടകകക്ഷികളൊക്കെ കോൺഫിഡൻസിലെടുത്ത് ജനവികാരം മാനിച്ച് അവരുടെ തീരുമാനം ഉണ്ടാവും. അവിടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്നുള്ളവർക്ക് അവരുടെ തീരുമാനം അവർ ചർച്ച ചെയ്ത് എടുക്കും. അതൊക്കെ അടിസ്ഥാനം ചെയ്താൽ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നില്ല. ഞങ്ങൾക്ക് അവിടെ നിർബന്ധമുള്ളത് എല്ലാവരും ഒരു വികാരം പറഞ്ഞാൽ കേരളം ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് സൊല്യൂഷൻ വേണം. ഒന്ന്. രണ്ടാമത് ഫണ്ടില്ല, തീരെ ഫണ്ട് ഇല്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ പോകുന്ന ഗവൺമെൻറ് ഒരുപാട് ബാധ്യതകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ബേണിംഗ് ഇഷ്യൂസ് ഒട്ടേറെ വരാൻ പോകുന്ന ഗവൺമെൻറ് അതിന് മുമ്പിൽ വരും.
അതിന് പ്രാമുഖ്യം കൊടുത്ത് UDF ജനങ്ങളോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാനുള്ള നല്ല പ്രവർത്തനങ്ങൾ വേണം എന്നാണ് പറയുന്നത്. സ്ഥാനമാനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അത്തരത്തിലുള്ള ചർച്ചയേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച പോലെ തന്നെ ഒരു വശത്ത് ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നത് നിങ്ങൾ ഇതിന്റെ മുകളിൽ തന്നെ കൂടണ്ട. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ അരോചകമാകുന്നുണ്ട് ഇപ്പോ. ഞാനതിനൊന്നും മറുപടി പറയില്ല. വെറുതെ മുഖ്യമന്ത്രി കുത്തിക്കാട്ടുന്ന പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്നാണോ അതോ കോൺഗ്രസ് നിങ്ങൾ കേരളത്തോട് ചെയ്യുന്ന ഒരു പാതകമാണ് ഈ ചർച്ച ഇതിമ മാത്രം ഒതുക്കുന്നത്. കുറച്ചും കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്യല്ല, കുറച്ചും കൂടി നമ്മൾ ബേണിംഗ് ഇഷ്യൂലേക്ക് ചർച്ച കൊണ്ടുവരണം. ഇതിപ്പോൾ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്ത് കേൾക്കുന്നവർക്കും വളരെ അരോചകമായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒന്ന് വിടാൻ നേരമായി. ഞങ്ങൾക്ക് യാതൊരു ബോധറേഷനും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ ബോധർ ചെയ്യുന്നത്? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. നമ്മൾ അനുഭവിക്കല്ലേ. ഞാൻ എന്തിനാ പറയുന്നത്? നമ്മളിപ്പോ ഇരിക്കുന്നത് എങ്ങനെ? ചൂടത്തല്ലേ. ഞങ്ങൾ ഇന്ന് യോഗം ചേർന്നത് പിന്നെ ഫാനും AC ഒന്നും വർക്ക് ചെയ്യാതെ മൈക്ക് തന്നെ ഒരുവിധം മറ്റേ ബാറ്ററിക്ക് വർക്ക് ചെയ്യിപ്പിച്ചത്. വളരെ ബുദ്ധിമുട്ടാണ് കേരള. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി കൂട്ടായ ശ്രമം വേണമെന്നുള്ളതിനായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയുടെ ഫോക്കസ്. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റ് മെത്തേഡ് അനുസരിച്ച് വളരെ സിമ്പിളായിട്ട് UDF സോൾവ് ചെയ്യും. ഈ പറയുന്ന വലിയ മല പോലെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന സാധനം എലി പോലെ പോവും, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.